Hello everyone, welcome back to my channel Art with Sadija. Here we will discuss all about art. ഇന്ന് ഞാനിവിടെ എടുക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ വിഷൻ ബോർഡിനെ കുറിച്ചാണ് കേട്ടോ. എന്താണ് വിഷൻ ബോർഡെന്ന് ഞാൻ ആദ്യമേ പറയാം. നമുക്കെല്ലാവർക്കും ഒരു ലൈഫിലൊരു ഗോളും ഒരു വിഷനും ഒക്കെ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ഇയർ സ്റ്റാർട്ടിംഗ് ആണല്ലോ, 2024 ഇയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ വർഷത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാനും ഒക്കെ നമ്മൾക്ക് നമ്മുടെ മനസ്സിലുള്ള ഗോൾസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബോർഡാണ് ഈ വിഷൻ ബോർഡെന്ന് പറയുന്നത്. നോർമലി ഞാൻ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ മന്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരു ബോക്സിൽ ഞാൻ ആദ്യം എഴുതി വെക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഓരോന്ന് സെറ്റ് ചെയ്തിട്ട് അത് ഓരോന്ന് ചെയ്യണനുസരിച്ച് ടിക്ക് ചെയ്ത് അങ്ങനെയാണ് പോവാറ്. ഇതിപ്പോൾ 2024 സ്റ്റാർട്ടിംഗ് ആണല്ലോ. അപ്പോൾ ഈ ഇയറിൽ നമ്മൾക്ക് വേണ്ട ഗോൾസും പ്ലാൻസും ഒക്കെ നമുക്ക് മനസ്സിലൊന്ന് വിഷൻ ചെയ്തിട്ട് അതിനെക്കുറിച്ച് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല പടങ്ങൾ നമ്മൾ എടുത്ത് ഒരു ബോർഡ് പോലെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് എപ്പോഴും കാണാവുന്ന ഒരു സ്ഥലത്തേക്ക് അതങ്ങോട്ട് ഒട്ടിച്ചു വയ്ക്കും. അപ്പോൾ ഡെയിലി നമ്മളിത് കാണുമ്പോൾ നമ്മൾക്ക് ഉള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഗോൾസിനെ കുറിച്ചൊക്കെ നമുക്ക് എന്നും ഒരു ഓർമ്മയുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ചെയ്യണമെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായാൽ പോലും നമ്മളത് മിക്കവാറും അങ്ങോട്ട് മറന്നു പോകും, ചെറിയ ചെറിയ കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മളതിൻ്റെ മറ്റു പല പ്രയോറിറ്റീസും കയറി വരുന്നതനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് നമ്മളത് മാറിപ്പോകും. പക്ഷേ ഈ വിഷൻ ബോർഡ് എപ്പോഴും നമ്മളുടെ ഗോൾസുമായിട്ടൊന്ന് കണക്റ്റ് ആക്കി നിർത്തിയിരിക്കും. എപ്പോഴും അതിനെക്കുറിച്ച് ഒരു ഓർമ്മ തരാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ കാണാവുന്ന സ്ഥലത്ത് തന്നെ ഈ വിഷൻ ബോർഡ് നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ ഇത്തവണ ഉണ്ടാക്കിയ വിഷൻ ബോർഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് അപ്പോൾ നിങ്ങൾ കൂടി അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഫസ്റ്റിൽ ഞാൻ വേണ്ട നമ്മുടെ മെയിനായിട്ടുള്ള ഗോൾസ്, അതായത് റിലേഷൻഷിപ്പ് ഗോൾസ് ഉണ്ടാവും, നമുക്ക് ഒന്ന് സെൽഫ് ഗ്രോത്ത് ഉള്ളതുണ്ടാവും, ഹെൽത്ത് വൈസ് ഉള്ളതുണ്ടാവും, പിന്നെ ഫാമിലി ഗോൾസ് എന്തൊക്കെയാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടതെന്ന് റിലേറ്റ് ആദ്യം ഒന്ന് പാർട്ടീഷൻ ചെയ്ത ശേഷം ഞാനൊരു ബുക്കിലേക്ക് എഴുതി വെച്ചു. അതിന് ശേഷം അതിന് വേണ്ട ഒരു പ്രിപ്പറേഷൻസിന് മെയിനായിട്ട് ഞാനൊരു നല്ല കട്ടിയുള്ളൊരു പേപ്പർ, ഞാൻ പടം വരയ്ക്കുന്ന പേപ്പറാണത്. ഞാൻ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എനിക്ക് വേണ്ട ഒത്തിരി വലുതുമല്ല തീരെ ചെറുതുമല്ലാത്ത രീതിയിലേക്ക് ഞാനത് ഭംഗിയായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ ചുരുണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് നന്നാക്കാൻ വേണ്ടി തിരിച്ചൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഞാനത് ഒരു ബുക്ക് എടുത്തിട്ട് അതവിടെ സൈഡിൽ ഞാനത് വെച്ചു. അതിനുശേഷം നോർമലി നമുക്ക് പേപ്പർ ഒട്ടിക്കാനുള്ള കുറച്ച് ആർട്ട് എസെൻഷ്യൽസ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ചെറിയ അഫർമേഷൻസും പോസിറ്റീവായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു തോട്ട്സും ഒക്കെ നമുക്കതിൽ എഴുതി വയ്ക്കാം. അതിനുള്ള സാധനങ്ങൾ ഞാൻ റെഡിയാക്കി. അതിനുശേഷം ഞാൻ നേരെ ആക്ച്വലി ഞാൻ ഇതിന് വേണ്ട നല്ല നല്ല പിക്ചേഴ്സൊക്കെ നോർമലി ഞാൻ എടുക്കുന്നത് പിൻട്രസ്റ്റിൽ നിന്ന് ഞാൻ എടുത്തിട്ട് ക്യാൻവയിലാണ് ആദ്യം ഞാൻ ക്യാൻവയിലേക്ക് എനിക്ക് വേണ്ട ഗോൾസും എനിക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ നിന്ന് എടുത്തു. ഇതുപോലെ എനിക്ക് യൂട്യൂബിൽ നല്ലപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കുറച്ച് പടങ്ങൾ ഞാൻ എടുത്തു. പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും യാത്രകൾ പോകണമെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും. ഇപ്പം കുറച്ച് ഡ്രൈവിങ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും, പുതിയ കോഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളും നമ്മൾക്ക് അതിന് അനുയോജ്യമായ പടങ്ങൾ കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുമായിട്ട് മാക്സിമം റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചർ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്കൊരു വീട് എടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ എങ്ങനത്തെ വീടാണ് നിങ്ങൾ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈവൻ ഫ്ലാറ്റ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു വീടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതൊരു ഏത് രീതിയിലിരിക്കുന്നത്, ഇപ്പോൾ ഒരു കോണ്ടംപററി ആണോ അതോ ട്രഡീഷണൽ ആയിട്ടുള്ള വീടാണോ, അപ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതേപോലത്തെ പിക്ചർ വേണം നിങ്ങളെടുത്ത് ഇത് ചെയ്യാം. അപ്പോൾ എനിക്കൊരു നല്ല രീതിയിലൊരു ആർട്ട് സ്റ്റുഡിയോ സെറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് ഒരു എസ്തെറ്റിക് രീതിയിലുള്ളൊരു ആർട്ട് സ്റ്റുഡിയോ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതുമായിട്ട് ഇഷ്ടപ്പെട്ട 1-2 പടങ്ങൾ ഞാൻ 1-2 എടുത്തു. അതിൽ നിന്ന് 1 ഞാൻ എടുത്തു എൻ്റെ വിഷൻ ബോർഡിലേക്ക് ഞാൻ ചൂസ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ ഓരോ പടങ്ങളും നിങ്ങളതെടുക്കുക. ഞാനിവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ട് നേരെ ക്യാൻവയിലേക്ക് ഇട്ടിട്ട് കൊളാജ് പോലെ ചെയ്തിട്ട് അവിടുന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് ബോർഡിൽ പഠിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അതേപോലെ തന്നെ അഫർമേഷൻസും നമുക്ക് വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻസും നമ്മൾക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതുപോലത്തെ ഒന്നെങ്കിൽ നിങ്ങൾക്കത് എഴുതി വെക്കാം, അല്ലെങ്കിൽ അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതും ഒട്ടിച്ച് അതിൽ വെക്കാവുന്നതാണ് കേട്ടോ. ഞാനത് കംപ്ലീറ്റ് ആയിട്ട് പ്രിൻ്റ് എടുത്തു കേട്ടോ. അത് ഒരു A4 സൈസിലേക്ക് ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് ഓരോന്നും എനിക്കിത് ചെയ്ത് അതിൻ്റെ പാകത്തിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മുടെ ആ ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക. ഇത് നമ്മൾക്ക് വേണ്ട രീതിയിൽ തന്നെ ആദ്യം കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ പേപ്പറിലേക്ക്, അല്ലെങ്കിൽ ആ ബോർഡ് നല്ല ഫോം ബോർഡാണെങ്കിൽ നല്ലതാണ്. ഞാനിവിടെ ഒരു നല്ല കട്ടിയുള്ളൊരു ഡ്രോയിങ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് കട്ടിയുള്ളതാണത്. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് ഒട്ടിക്കാൻ ഈസി ആണല്ലോ എന്ന് കരുതി. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് അറ്റത്ത് ഏതോ എൻ്റെ ബോർഡർ പോർഷനിൽ ആദ്യം ഒട്ടിച്ച് വരികയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് നടുക്കിലേക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയതായിട്ട് എഴുതാനൊക്കെ പറ്റും കുറച്ച് നോട്ട്സ് എടുത്ത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അതെങ്ങനെ ഭംഗിയാക്കി വെക്കാമെന്നുള്ളത് കാണുമ്പോഴത്തേക്കും. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം നിങ്ങളുടെ ഗോൾസും നിങ്ങളുടെ ഡിസയേഴ്സൊക്കെ നിങ്ങളുമായിട്ട് എന്നും കണക്റ്റാക്കി നിർത്താൻ വിഷൻ ബോർഡ് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും.
ബോർഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടോ. ഞാനത് സ്റ്റിക്ക് ചെയ്യുന്നത് ഞാനിരുന്ന് വരയ്ക്കുന്ന എൻ്റെ ടേബിളിലെ ജസ്റ്റ് മുകളിലാണ്. അപ്പം എനിക്കത് എപ്പോഴും കാണാനും പറ്റും. നിങ്ങളും നിങ്ങളുടെ 2025 വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ 2025 വിഷൻ ബോർഡ് എനിക്ക് ടാഗ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ആർട്ട് വിത്ത് സതിജ. പിന്നെ എല്ലാവർക്കും നല്ലൊരു വർഷം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.